അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കോമ്പണൻറ്റ് ലെവൽ ഡിസൈൻ ആണ്. കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സോഫ്റ്റ്വെയറിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് കോമ്പണൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കോമ്പണൻസിനെ പല കോണ്ടെക്സ്റ്റിൽ നമുക്ക് പറയാം. നമുക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ക്ലാസ്സസിനെ നമുക്ക് കോമ്പണൻസ് ആയിട്ട് എന്താണ് പറയുക ഡിനോട്ട് ചെയ്യാം. ഇപ്പം ലെറ്റ് ഇറ്റ് ബി ദി ആട്രിബ്യൂട്ട്സ്, ദി ഓപ്പറേഷൻസ് ദാറ്റ് ഇറ്റ് ഹാവ്. ഇനി നമ്മൾക്ക് ഒരു എന്താണ് പറഞ്ഞ ഒരു ട്രഡീഷണൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ കോമ്പണൻസ് ആയിട്ട് പറയുന്നത്. നമുക്ക് മോഡ്യൂൾസിനെ നമുക്ക് കോമ്പണൻസ് ആയിട്ട് പറയാം. അതിൻ്റെ ആർക്കിടെക്ചർ ആൻഡ് ഇമ്പോർട്ടൻറ്റ് റോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് കോമ്പണൻസിൽ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. സോ ഒരു കോമ്പണൻറ്റ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾക്ക് ബാക്കിയുള്ള ഡൊമെയിൻ കോമ്പണൻസിനെയൊക്കെ ലിങ്ക് ചെയ്യാനായിട്ട് നമുക്കൊരു കൺട്രോൾ കോമ്പണൻറ്റിനെ കൊണ്ട് സാധിക്കും. ഒരു പ്രോബ്ലം ഡൊമെയിൻ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് ഫംഗ്ഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇൻഫ്രാസ്ട്രക്ചർ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് എഗെയിൻ ഫംഗ്ഷൻസിനെയും വിത്ത് റെസ്പെക്ട് ടു ദ പ്രോബ്ലം ഡൊമെയിൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു കോമ്പണൻസിന് ക്ലാസ് ബേസ്, ഇപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗിൽ പറഞ്ഞ പോലെ തന്നെ ക്ലാസ് ബേസ് കോമ്പണൻസിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് 4 രീതിക്കുള്ള പ്രിൻസിപ്പിൾസ്, ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്. സോ ആ ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ അടുത്തതിന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഓപ്പൺ ക്ലോസ് പ്രിൻസിപ്പിൾ ആണ്. സോ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? എ കോമ്പണൻറ്റ് ഷുഡ് ബി ഓപ്പൺ ഫോർ എക്സ്റ്റൻഷൻ ബട്ട് ക്ലോസ് ഫോർ മോഡിഫിക്കേഷൻ. ഈ ഒരു പ്രിൻസിപ്പിളിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല കോമ്പണൻറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഇപ്പം അതിനോട്ട് അഡീഷണൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ മാത്രമേ സാധിക്കാവൂ. അതിൽ നമ്മൾക്കൊരു മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ അതിലൊരു ചേഞ്ചോ വരുത്തേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ വരുത്തരുത് എന്നുള്ളതാണ് OCPയിൽ പറയുന്നത്. പക്ഷേ ഇറ്റ് ഈസ് ആക്ച്വലി എ കോൺട്രഡിക്ഷൻ ബിക്കോസ് ഒരു ഗുഡ് ലെവൽ ഗുഡ് കോമ്പണൻറ്റ് ലെവൽ ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് കറക്ഷൻസ് ചെയ്യാനായിട്ട് പറ്റണം. അതിൻ്റെ കൂടെ തന്നെ മോഡിഫിക്കേഷൻസ് ചെയ്യാനായിട്ട് എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. സോ അതാണ് ഓപ്പൺ ക്ലോസ് പ്രിൻസിപ്പിളിൻ്റെ ഒരു ബേസിക് ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലിസ്കോവ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പിൾ, അതായത് LSP എന്ന് പറയുന്നത് അതിന് എന്താണ് അതിൻ്റെ റൂൾ നമുക്ക് നോക്കാം. സബ് ക്ലാസ്സസ് ഷുഡ് ബി സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ഫോർ ദിയർ ബേസ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം ഒരു പേരൻറ്റ് ക്ലാസ് കാണും. ആ ഒരു പേരൻറ്റ് ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന സബ് ക്ലാസ്സസ് കാണും, അതായത് ചൈൽഡ് ക്ലാസ്സസ്. അപ്പോൾ സബ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ചൈൽഡിനെയും ബേസ് ക്ലാസ് പേരൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഒരു കോമ്പണൻറ്റ് ഇഫ് ഇറ്റ് ഇസ് യൂസിങ് എ ബേസ് ക്ലാസ്, അപ്പം ആ ഒരു ബേസ് ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്താണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ബേസ് ക്ലാസ് ഇല്ലെങ്കിൽ കൂടി സബ് ക്ലാസ് ആ ഒരു ബേസ് ക്ലാസ്സിൻ്റെ ഫങ്ഷൻ ചെയ്യണം, അത് സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ആയിരിക്കണം എന്നുള്ളതാണ് LSPയിൽ അവർ പറയുന്നത്. അടുത്തത് DIP ഡിപ്പെൻഡൻസി ഇൻവേർഷൻ പ്രിൻസിപ്പിൾ. അബ്സ്ട്രാക്ഷനിൽ ഡിപ്പെൻഡ് ചെയ്യുക, കോൺക്രീഷനിൽ ഡിപ്പെൻഡ് ചെയ്യരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സ്ട്രാക്ട് ചെയ്ത് ഉള്ള എന്നാൽ പറഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാണ്ട് അബ്സ്ട്രാക്ഷനിൽ ബിലീവ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ് DIP. അടുത്തത് ഫോർത്ത് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ISP ഇൻ്റർഫേസ് സെഗ്രിഗേഷൻ പ്രിൻസിപ്പിൾ. അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? മെനി ക്ലയൻറ്റ് സ്പെസിഫിക് ഇൻ്റർഫേസസ് ആർ ബെറ്റർ ദാൻ വൺ ജനറൽ പർപ്പസ് ഇൻ്റർഫേസ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെഗ്രിഗേഷൻ പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഓരോ ക്ലയൻറ്റിനും എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇൻസ്റ്റെഡ് ഓഫ് ഫോളോയിങ് എ ജനറൽ പർപ്പസ് അല്ലെങ്കിൽ ഒരു ജനറൽ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നതിന് പകരം. അപ്പം അതാണ് ISPയിൽ പറയുന്നത്. അതിന് കീഴിൽ നമുക്ക് 3 ബുള്ളറ്റ് പോയിൻറ്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഇതിൻ്റെ കീഴിൽ വരുന്നതല്ല, അതിൻ്റെ വേറെ 3 സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്. ഈ 4 ജനറൽ പ്രിൻസിപ്പിൾസ് അല്ലാണ്ട് വരുന്ന 3 പ്രിൻസിപ്പിൾസ് ആണ് ഇതൊക്കെ. റിലീസ് റീയൂസ് ഈക്വലൻസി പ്രിൻസിപ്പിൾ. ദ ഗ്രാനുവൽ ഓഫ് റീയൂസ് ഇസ് ദ ഗ്രാനുവൽ ഓഫ് റിലീസ്. അതായത് ഇപ്പം നമ്മൾ റീയൂസിന് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കോമ്പണൻസ് അതിനെ നമുക്ക് ബേസിക്കലി ഇറ്റ് ക്യാൻ ബി എസ്റ്റാബ്ലിഷ് ഇൻ സച്ച് എ വേ ബിറ്റ്വീൻ ആസ് എ റീയൂസബിൾ എൻറ്റിറ്റി ആൻഡ് ഹൗ ദ പീപ്പിൾ ക്യാൻ യൂസ് ഇറ്റ് എന്നുള്ളൊരു സംഭവമാണ് റെപ്പിൽ പറയുന്നത്. CCP കോമൺ ക്ലോഷർ പ്രിൻസിപ്പിൾ. ദ ക്ലാസ്സസ് ദാറ്റ് ചേഞ്ച് ടുഗെദർ ബിലോങ് ടുഗെദർ. അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ എക്സ്റ്റേണൽ ഫംഗ്ഷൻ വരുമ്പോഴത്തേനും അതിൽ ഒരു ക്ലാസ്സിന് ചേഞ്ച് വന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ക്ലാസ്സിന് ചേഞ്ച് വന്നു എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇൻഡയറക്ട്ലി മീൻസ് ദാറ്റ് ദേ ആർ ഓൾ ടുഗെദർ. സോ അവരെ കോഹസീവ്ലി ആണ് പാക്ക് ചെയ്യേണ്ടതെന്നാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. കോമൺ റീയൂസ് പ്രിൻസിപ്പിൾ. CRP അതായത് ക്ലാസ്സസ് ദാറ്റ് ആറൻറ്റ് റീയൂസ് ടുഗെദർ ഷുഡ് ബി ഗ്രൂപ്പ് ടുഗെദർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ക്ലാസ് ഇപ്പം നമുക്കിപ്പം ഒരു റീയൂസബിൾ ആയിട്ട് ക്ലാസ്സസ് ഉണ്ടാവും, റീയൂസ് ചെയ്യാൻ പറ്റാത്ത ക്ലാസ്സസ് ഉണ്ടാവും. അങ്ങനെ ചെയ്യാൻ പറ്റാത്തതിനെ ചെയ്യാവുന്നതിനെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റീയൂസബിലിറ്റിയുടെ ഒരു എഫിഷ്യൻസിനെ കുറച്ചുകൂടെ എഫക്റ്റ് ചെയ്യും. സോ അതാണ് അവർ പറയുന്നത്.
ഡിസൈൻ ലെവൽ ഗൈഡ് ലൈൻസ് പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 രീതിക്ക് അതിനെ ഡിഫൈൻ ചെയ്യും. ഒന്ന് കോമ്പണൻസ് ആയിട്ട്, 2 ഇൻ്റർഫേസ് ആയിട്ട്, 3 ഡിപ്പെൻഡൻസീസ് ആൻഡ് ഇൻഹെറിറ്റൻസ്. കോമ്പണൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നെയിമിംഗ് കൺവെൻഷൻ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പം ആർക്കിടെക്ചറൽ കോമ്പണൻറ്റ് നെയിംസ് എന്ന് പറയുന്നത് പ്രോബ്ലം ഡൊമൈനിൽ നിന്നും ഡിറൈവ് ചെയ്യണം. അതായത് ചുമ്മാ റാൻഡമായിട്ട് പേര് കൊടുക്കാണ്ട് ഇപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് നോക്കുമ്പോഴത്തേക്കും അതിനൊരു അർത്ഥം ഉണ്ടാവണം. അതാണ് കോമ്പണൻസിനെ നെയിം ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നത്. ഇൻ്റർഫേസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. സോ അതിനെ എന്താണ് പറയുക, അതിനെ നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. ആ ഒരു കമ്മ്യൂണിക്കേഷനെ കറക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇൻ്റർഫേസിൻ്റെ ഗൈഡ് ലൈൻസിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഡിപ്പെൻഡൻസീസ് ആൻഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് ഡിപ്പെൻഡൻസീസ് വരുമ്പോഴത്തേനും ലെഫ്റ്റ് റൈറ്റ് ആയിട്ടായിരിക്കും മോഡൽ ചെയ്യുന്നത് ബെറ്റർ. ഇൻഹെറിറ്റൻസ് ബോട്ടം ടോപ്പ്. അതായത് നമ്മൾ മോഡൽസ് പഠിച്ചിട്ടുണ്ടല്ലോ, ഡിപ്പെൻഡൻസി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ആ ഒരു ആരോസിൽ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് പോകുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ബെറ്റർ. ഇൻഹെറിറ്റൻസ് വരും ബോട്ടം ടു ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ പേരൻറ്റ് ക്ലാസ് ഇൻ ദ ടോപ്പ് ആൻഡ് ബേസ് ക്ലാസ് അല്ലെ സബ് ക്ലാസ്സസ് ഇൻ ദ ബോട്ടം. ബേസ് ക്ലാസ്സസ് അല്ല, ഡിറൈവ് ക്ലാസ്സസ് ഓർ സബ് ക്ലാസ് ഇൻ ദ ബോട്ടം, ബേസ് അല്ലെങ്കിൽ പേരൻറ്റ് ഓൺ ദ ടോപ്പോ വരുന്നത്. കോമ്പണൻറ്റ് ലെവൽ ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. സോ ആ സ്റ്റെപ്സിനെല്ലാം നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. ആദ്യമേ ഡിസൈൻ ക്ലാസ്സസിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു പ്രോബ്ലം ഡൊമൈൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പം ഇത് നമ്മൾ ആക്ച്വലി നമ്മളൊരു എന്താണ് പറയുന്നത്, എഗെയിൻ ഈ ഒരു വലിയ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ റിഫൈൻ ചെയ്ത് ചെറുതാക്കി വരുവാണ്. സോ ആദ്യമേ നമ്മൾ പ്രോബ്ലം ഡൊമൈൻ ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ ക്ലാസ്സസ് ഡിസൈൻ ക്ലാസ്സസ് ഐഡൻറ്റിഫൈ ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പ് വിത്ത് റെസ്പെക്ട് ടു ഇൻഫ്രാസ്ട്രക്ചർ, ഇതിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് ആർക്കിടെക്ചറൽ വിത്ത് റെസ്പെക്ട് ടു ആർക്കിടെക്ചറൽ മോഡൽ നമ്മൾ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. മൂന്നാമത്തത് ഈ റീയൂസബിൾ കോമ്പണൻസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾക്കിപ്പം എന്താണ് പറയുന്നത്, റീയൂസബിൾ കോമ്പണൻസ് അല്ലാത്തതിന് നമ്മളെല്ലാം എലാബറേറ്റ് ചെയ്യണം. സോ റീയൂസബിൾ കോമ്പണൻ്റ് അല്ലാത്തതിനെ എലാബറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വീണ്ടും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻസ് ഇപ്പോൾ ഇൻ്റർഫേസ് ആയിക്കോട്ടെ, ആട്രിബ്യൂട്ട്സ്, ഓപ്പറേഷൻസ് എല്ലാം നമ്മൾ ഇതിനകത്ത് ഡിഫൈൻ ചെയ്യണം. ആ ഒരു സ്റ്റെപ്പ് 3 വരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, സ്പെസിഫൈ ദ മെസ്സേജ് ഡീറ്റെയിൽസ് വെൻ ക്ലാസ്സസ് ഓഫ് കോമ്പണൻസ് കൊളാബറേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പം പല ക്ലാസ്സസിനെ ഒരുമിച്ച് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് സ്പെസിഫൈ ചെയ്യുക എന്നുള്ളത്. തേർഡ് സ്റ്റെപ്പിന് തന്നെ ബി പാർട്ടിൽ വരുന്നത് ഇൻ്റർഫേസ്, ഓരോ കോമ്പണൻസിനുള്ള ഇൻ്റർഫേസസിനെ ഐഡൻറ്റിഫൈ, ബിക്കോസ് ഇത് എക്സ്റ്റേണലി വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ UML പറഞ്ഞാൽ യൂസ് കേസ് പറഞ്ഞാൽ ആക്ടേഴ്സ് അവർ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം അതിനെ പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പിൻ്റെ സെക്കൻഡ് പാർട്ടിൽ പറയുന്നത്. 3C എന്ന് പറയുന്നത് ഇലാബറേറ്റ് ആട്രിബ്യൂട്ട്സ് ആൻഡ് ഡിഫൈൻ ദ ഡേറ്റ ടൈപ്സ്, ഡേറ്റ സ്ട്രക്ചേഴ്സ് ടു ഇംപ്ലിമെൻറ്റ് ദം. നമ്മൾ ഇവരുടെ കണക്ഷൻസ് മനസ്സിലാക്കി, ഇത് ഓരോന്ന് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി, അതിന് ഇനിയിപ്പം വീണ്ടും നമ്മൾ അതിൻ്റെ ഓരോ ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ആട്രിബ്യൂട്ട്സും ഡേറ്റ ടൈപ്സും സ്ട്രക്ചേഴ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ അതിൻ്റെ ഓപ്പറേഷൻ്റെ ഫ്ലോയും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്റ്റെപ്പ് 3 പറയുന്നത്. എന്താണൊക്കെ നമ്മൾ സ്റ്റെപ്പ് 3 നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആദ്യത്തേത് നോൺ റീയൂസബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ഇലാബറേറ്റ് ചെയ്യണം, അതിൻ്റെ കൊളാബറേഷൻ മനസ്സിലാക്കണം, ഇൻ്റർഫേസ് നോക്കണം, ആട്രിബ്യൂട്ട്സ്, ഡേറ്റ ടൈപ്സും ഡേറ്റ സ്ട്രക്ചേഴ്സും നോക്കണം, പ്രോസസ്സിൻ്റെ ഫ്ലോ നോക്കണം. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4 എന്ന് പറയുമ്പോഴത്തേനും describe persistent data sources and identify the classes required to manage for them. So നമുക്കിപ്പോൾ ഓൾറെഡി നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ഡേറ്റ എന്നാൽ പറഞ്ഞ ഡേറ്റ ലെവൽസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായി. അപ്പം അതിനെ നമ്മൾ അതിൻ്റെ വിത്ത് റെസ്പെക്ട് ടു ഡേറ്റ ബേസസ് അല്ലെങ്കിൽ ഫയൽസ് ആണ് നമ്മളതിനെ ഐഡൻറ്റിഫൈ ചെയ്തതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റെപ്പ് 4 പറയുന്നത്. അപ്പം സ്ട്രക്ചറൽ വൈസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോമ്പണൻസിനെ മനസ്സിലാക്കി, റീയൂസബിൾ കോമ്പണൻസിനെ മനസ്സിലാക്കി, ഓരോന്നിനെ ഡിസ്ക്രൈബ് ചെയ്തൊക്കെ ചെയ്തു. ഇനി അടുത്തത് ബിഹേവിയറൽ റെപ്രസെൻറ്റേഷൻ, അതായത് സ്ട്രക്ചറൽ ആയിട്ടുള്ള കഴിഞ്ഞ് ഇനി അടുത്ത് ബിഹേവിയറൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ 5th സ്റ്റെപ്പ് നോക്കുന്നത്. സോ ഫസ്റ്റ് വി നീഡ് ടു ഡെവലപ്പ് ആൻഡ് ഇലാബറേറ്റ് ദ സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ അപ് ടു 1 to step 4. 5th സ്റ്റെപ്പ് മുതൽ ബിഹേവിയറൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ മനസ്സിലാക്കണം. അതായത് ഓരോ കോമ്പണൻസിനെയും അനലൈസ് ചെയ്ത് അതിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത് അറിയണം. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാംസ് ചെയ്യുന്നത്. അപ്പോൾ ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാംസ് എടുക്കുമ്പോഴത്തേനും അതിനെ ഓരോ ഡീറ്റെയിൽസിനെയും നമ്മൾ ഈ ഓരോ ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, അതിനെ ഇലാബറേറ്റ് ചെയ്യണം. എന്നിട്ട് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് അതിനെ റീഫാക്ടർ ചെയ്യണം. ഇനി എഡിറ്റിംഗ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ട് ഓൾട്ടർനേറ്റീവ്സ് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ഡിസൈൻ ചെയ്യും. നമുക്കൊരു കോമ്പണൻറ്റ് ഡിസൈൻ ഡയഗ്രം വരയ്ക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ ഒരു കോമ്പണൻറ്റ് ലെവൽ ഡിസൈനിങ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി
നമ്മൾ കുറച്ച് ജസ്റ്റ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി മോഡ്യൂളായി നമ്മളിനി കുറച്ച് ആപ്സ് അല്ലെങ്കിൽ കുറച്ച് ഡിസൈനിങ് ചെയ്ത കോമ്പണൻറ്റ് ലെവൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. വെബ് ആപ്പ് കോമ്പണൻറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളുടെ ഈ ഒരു ഡേറ്റ എൻഡ് യൂസറിൻ്റെ ലെവലിലുള്ള ഡേറ്റ പ്രോസസ്സിങ്ങിന് അല്ലെങ്കിൽ ഇപ്പം എന്തൊക്കെ ഫങ്ഷനാലിറ്റീസോ കണ്ടൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ് പറയുക മനസ്സിലാക്കാനായിട്ട് അതിനൊക്കെ ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് വെബ് ആപ്പ് എന്ന് പറയുന്നത്. കോമ്പണൻറ്റ് ലെവലിലെ കണ്ടൻറ് ഡിസൈനിങ് എന്ന് പറയുമ്പം കണ്ടൻറ്റിൻ്റെ ഒബ്ജക്ട്സിനെ അതിൻ്റെ മാനറിസത്തിനെയൊക്കെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു വെബ് ആപ്പ് യൂസറിലോട്ട്. ഇപ്പോൾ വെബ് ആപ്പ് വിത്ത് റെസ്പെക്റ്റ് ആണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. സോ അതിനെ കോമ്പണൻസിൻ്റെ കണ്ടൻറ് ഒബ്ജക്റ്റിനെയും മാനേഴ്സിനെയും റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫങ്ഷണൽ ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേനും ഫങ്ഷണാലിറ്റീസ് ആസ് എ സീരീസ് ഓഫ് കോമ്പണൻസിനെ നമ്മൾ ഫങ്ഷണാലിറ്റി ആയിട്ട് നമ്മൾ ആ ഒരു ആർക്കിടെക്ചറൽ റെപ്രസെൻറ്റേഷനായിട്ട് അതിനെ കാണിക്കുക എന്നുള്ളതാണ് പറയുന്ന ആ ഒരു ഫങ്ഷൻ ഉള്ളത് അല്ലെങ്കിൽ ഫീച്ചർ ഉള്ളത്. അപ്പം ഇതിൽ നിന്നും ഒരു കാര്യം കൂടെ നമ്മൾ എൻഷുർ ചെയ്യേണ്ടതുണ്ട്. വി ഷുഡ് എൻഷുർ കൺസിസ്റ്റൻസി. സോ അത്രയാണ് നമ്മളുടെ മോഡ്യൂൾ 2ൻ്റെ പോർഷൻസ് എന്ന് പറയുന്നത്.